JRFും നെറ്റും നേടിയ ഐപ്ലസിനോടൊപ്പം പഠിച്ച വിദ്യാർത്ഥികളിലേക്ക് ഐപ്ലസിൻ്റെ ടീം ഇന്ന് ഈ യാത്ര പുറപ്പെടുകയാണ്. നിങ്ങളും ഈ യാത്രയിലൊപ്പം ഉണ്ടാവുക. വരുന്ന 8 എപ്പിസോഡുകളിലായിട്ട് JRFും നെറ്റും നേടിയ ഓരോ വിജയികളുടെയും വിജയ വഴികൾ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ യാത്ര കോട്ടയത്തേക്കാണ്. നമുക്കൊരു റാങ്ക് ഹോൾഡറെ പരിചയപ്പെട്ടാലോ? നെറ്റ് മാനേജ്മെന്റ് വിഷയത്തിൽ 19,000-ലധികം അറൌണ്ട് 20,000 ആൾക്കാരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 99.95% വാങ്ങി JRF നേടിയ ആനിയാണ് നമ്മൾ കോട്ടയത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് 99.95% എന്ന് പറഞ്ഞാൽ 0.05% വിദ്യാർത്ഥികൾ മാത്രമാണ് ആനിയുടെ മുകളിലുള്ളത്. അതായത് ടോപ്പ് 10-ലുള്ള വിദ്യാർത്ഥിനിയാണ് ആനി. ആനിയുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് കേൾക്കാം. ഹായ് എവരിവൺ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ കഴിഞ്ഞ ഡിസംബർ 2024 സൈക്കിളിൽ JRF നേടിയ ആനി ബി ദാസ് ആണ്. സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. ഇപ്പോൾ കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. മാനേജ്മെന്റ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും വിജയ രഹസ്യങ്ങളും ആനിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. സ്വാഗതം ആനി. താങ്ക് യു സർ. ആനിയുടെ ബേസിക് ബാക്ക്ഗ്രൗണ്ടുകൾ, സ്ഥലം എവിടെയാണ്, ഫാമിലി, അതുപോലെ പഠിച്ച കാര്യങ്ങൾ, ഏതായിരുന്നു കോഴ്സുകൾ എന്നൊക്കെ ഒന്ന് ചുരുക്കി പറയാം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ബേസിക്കലി കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. MBA ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരള കാര്യവട്ടം ക്യാമ്പസിലാണ്. പിന്നെ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ MBAയുടെ കോഴ്സ് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? സർ, ശരിക്കും ഞാൻ 2022-ലാണ് MBA പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ആ വർഷം തന്നെ ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തിരുന്നു. 2022-ൽ ആദ്യം ഞാൻ 3rd സെമിസ്റ്റർ ആയിരുന്നപ്പോൾ ആദ്യം ഒരു അറ്റംപ്റ്റ് കൊടുത്തു. വെറുതെ പോയി എഴുതിയതാണ്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോഴും എനിക്ക് ചെറിയൊരു മാർക്ക് ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജസ്റ്റ് അടുത്ത 4th സെമിസ്റ്ററിലായപ്പോഴത്തേക്കും അതൊന്നും വലിയൊരു പ്രിപ്പറേഷൻ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രോജക്റ്റും അങ്ങനെയുള്ള ഇന്റേൺഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 4th സെമിസ്റ്ററിൽ വരുന്നുണ്ടായിരുന്നു. എന്നാലും ചെറിയ രീതിയിൽ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടായിരുന്നു എഴുതിയത്. അപ്പോൾ നെറ്റ് ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ MBA കഴിഞ്ഞു. നേരെ കഴിഞ്ഞ ഉടനെ തന്നെ SBI ലൈഫിൽ വർക്ക് ചെയ്യാൻ കയറി. അവിടെ ഒരു 3-4 മാസം വർക്ക് ചെയ്തു. ഒരു ഫെബ്രുവരി വരെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ ഏപ്രിൽ എൻ്റെ കല്യാണമായി. അങ്ങനെ പിന്നെ കുറച്ച് നാൾ അങ്ങനെ പോയതിന് ശേഷം ഒരു ഓഗസ്റ്റിലായപ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ വേറൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ കയറി. അപ്പോൾ അപ്പോഴും ഞാൻ പിന്നെ JRF വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. പിന്നെ ആ ഒരു വർഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു അറ്റംപ്റ്റ് കൊടുത്തു, വെറുതെയും കൂടെ. അപ്പോഴും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പ്രിപ്പയർ ചെയ്തൊന്ന് എഴുതണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും 2024 ജാനുവരി തൊട്ടാണ് എൻ്റെ ഒരു പ്രിപ്പയർ ചെയ്ത് JRFന് വേണ്ടിയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്തായാലും പ്രിപ്പയർ ചെയ്ത് എഴുതിയ അറ്റംപ്റ്റിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്യാനായിട്ടും പറ്റി. ഓക്കെ. ഈ പ്രിപ്പയർ ചെയ്ത ജേർണിയിൽ ഐപ്ലസിന്റെ കോഴ്സുകൾ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്തതെന്നൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ 2024 ജാനുവരി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഐപ്ലസിന്റെ എയിം JRF ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേപ്പർ 1 ഞാൻ ശരിക്കും ആദ്യം നെറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ജസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ ഒരു നോട്ട്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടൊക്കെയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്ട്രോങ് ഏരിയാസ് ആയിട്ട് വരുന്നത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ അതെ മാത്തമാറ്റിക്കൽ റീസണിങ്, അതെ ലോജിക്കൽ റീസണിങ്, കോംപ്രിഹെൻഷൻ, ഇതൊക്കെ എനിക്ക് സ്ട്രോങ് ആണ്. ബാക്കിയുള്ള പോർഷൻസ് ആണ് എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത് മെയിൻലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐപ്ലസിൻ്റെ എയിം JRF ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. അത് പ്രാക്ടീസ് ചെയ്തിരുന്നു.
അപ്പോൾ ആ ജാനുവരി, അതായത് ജൂൺ അറ്റംപ്റ്റ്, നമ്മുടെ ജൂൺ അറ്റംപ്റ്റിൽ ഞാൻ പേപ്പർ 1 വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കാരണം മാനേജ്മെന്റിന് എൻ്റെ കയ്യിൽ നോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് തൊട്ടാണ് ഞാൻ മാനേജ്മെന്റിന്റെ എല്ലാ നോട്ട്സും ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആ അറ്റംപ്റ്റിൽ പേപ്പർ 1 ഞാൻ ശരിക്കൊന്ന് ഇതായി, വലിയ പ്രിപ്പറേഷൻ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു, ജൂണിൽ അറ്റംപ്റ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് 174 മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ഒരു മാർക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ചോദ്യത്തിന്റെ ഡിഫറൻസ് അല്ല, കുറച്ച് മാർക്ക്. അപ്പോഴും കട്ട് ഓഫ് കൂടുതലായിരുന്നു, 202 ആയിരുന്നു OBCയുടെ കട്ട് ഓഫ് JRFന് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പേപ്പർ 1 എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അപ്പോൾ എനിക്ക് മാർക്ക് പേപ്പർ 1 വളരെ കുറവായിരുന്നു. 29 അറ്റംപ്റ്റ് മാത്രമേ എനിക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയുള്ളൂ. 29 എണ്ണം മാത്രമേ കറക്റ്റ് ആക്കിയുള്ളൂ. അപ്പോൾ അതിനുശേഷം തൊട്ടാണ് എനിക്ക് പേപ്പർ 1 ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. പലർക്കും ഡിഫിക്കൽട്ടി മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡേറ്റ ഇന്റർപ്രിട്ടേഷനും. എനിക്ക് പക്ഷെ അത് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ മറ്റേ ഏരിയകൾ നോക്കാഞ്ഞത് കൊണ്ട് മിസ് ഔട്ട് ആയി. ഇത്തവണ എത്രയുണ്ട് പേപ്പർ 1? ഇത്തവണ എനിക്ക് 40 ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കാൻ പറ്റി. അടിപൊളി, 80% മാർക്കാണ് കേട്ടോ കുട്ടികളെ. പ്രിപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലും അതിനോടൊപ്പം ഹനിയുടെ പ്രിപ്പറേഷൻ കൂടി ആയപ്പോഴേക്ക് JRFലേക്ക് എത്തുന്നതിനപ്പോൾ ഒരു വലിയ ഇൻഫ്ലുവൻസ് പേപ്പർ 1 ആ സ്കോറിന്റെ ഇംപ്രൂവ്മെന്റ് സഹായിച്ചു അല്ലേ? ഉറപ്പായിട്ടും I+ന് അതിന് വലിയൊരു പങ്കുണ്ട്. താങ്ക് യു. എന്തായാലും നമ്മുടെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ പേപ്പർ 1 പേപ്പർ 2 ഡിഫിക്കൽട്ട് ഏരിയാസ് ഏതൊക്കെയായിരുന്നു? കുട്ടികൾക്ക് അതാണല്ലോ അറിയാൻ ആഗ്രഹം. എല്ലാവരുടെയും ജേർണിയിൽ ഒരു ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പഠിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവും. അതിനെ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് കേൾക്കുന്നത് സ്റ്റുഡൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് അക്കാഡമിക് ആവട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ആവട്ടെ, ഒന്ന് ഡീമോട്ടിവേറ്റഡ് ആയി അല്ലെങ്കിൽ എപ്പോഴും ഒരേ ലെവലിൽ നമുക്ക് എനർജിയും പ്രിപ്പറേഷന്റെ ലെവലും മെയിൻറ്റെയിൻ ചെയ്യാൻ മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. ഇടയ്ക്കൊന്ന് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അതിനെ പറ്റി ഒന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം. പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിഫിക്കൽട്ട് ഏരിയാസ് ആയിട്ട് തോന്നിയത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. എനിക്ക് വളരെ സ്കോർ ഞാൻ എപ്പോഴും കുറയ്ക്കുന്ന ഒരു ഇതായിരുന്നു, ടോപ്പിക്കാണ്. അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ടഫ് ആണോന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഞാൻ ഇതിന് ശേഷമാണ് I+ന്റെ കോഴ്സ് എടുത്തു. കംപ്ലീറ്റ് കോഴ്സ് എടുത്തതിന് ശേഷം എനിക്ക് വളരെ പ്രയോജനം ചെയ്തത്. ഞാൻ ഒക്ടോബറിൽ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം I+ന്റെ കോഴ്സ് എടുത്തു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത്രയും നല്ല നോട്ട്സ് ഒക്കെ ആയിരുന്നു. ഞാൻ അതിന് ശേഷമാണ് പേപ്പർ 1ന്റെ ഹയർ എഡ്യൂക്കേഷൻ, ലോജിക്കൽ റീസണിങ്, ICT, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഞാൻ I+ന്റെ ക്ലാസ് കേട്ട് ഞാൻ എല്ലാം ഈ ഒരു 2 മാസം കൊണ്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. എല്ലാം പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത്. പിന്നെ മാനേജ്മെന്റിൽ അതിന് ശേഷം വലിയൊരു ഇത് കൊടുത്തില്ല. ഞാൻ റിവിഷനാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്. അപ്പോൾ പേപ്പർ 1 പറയുകയാണെങ്കിൽ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഏരിയ ഈ പറയും പോലെ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആയിരുന്നു കൂടുതൽ. ഇച്ചിരി ഒരു പേപ്പർ 2 ഏകദേശം എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു. പേപ്പർ 2 ഓക്കെ ആണ്, എങ്കിലും നമുക്ക് എല്ലാം തിയറി ബേസ്ഡും പിന്നെ കുറച്ച് ഇതായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതൊരു തിയറി അല്ല, ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ അപ്രോച്ച് ചെയ്തു അത് നന്നായിട്ട് പഠിക്കാനായിട്ട്? അതും ഈ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടോപ്പിക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറേ PDF നോട്ട്സ് ഒക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്പിൾ സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത്. എന്നിട്ട് റിവൈസ് ചെയ്യായിരുന്നു മാക്സിമം ചെയ്തത്. അതെ, നമുക്ക് കാരണം അതിനകത്ത് ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒരുപാട് റിവൈസ് ചെയ്തിട്ടേ അത് ചെയ്യാൻ പറ്റും. പിന്നെ PYQs ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പഠിക്കാനുള്ള മോട്ടിവേഷൻ കോളേജിൽ തന്നെ 3rd സെമ്മിലും 4th സെമ്മിലും എഴുതി, പിന്നെ മാരേജ് കഴിഞ്ഞു, കുറെ പേരൊക്കെ അപ്പോഴേക്ക് പഠനം നിർത്തും. എന്നാൽ വിവാഹത്തിന് ശേഷവും ഈ പഠനത്തിലേക്ക് തിരിച്ചു വരാൻ അധ്യാപികയായിരുന്നു. അപ്പൊ കരിയർ വൈസ് നീഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. എങ്കിൽ പോലും ഫാമിലി ലൈഫിനോടൊപ്പം കരിയറിനോടൊപ്പം ജോലി ചെയ്തിട്ട് പഠിച്ച് JRFലേക്ക് എത്തിയ ആളാണ്. ഒരുപാട് പേര് വിദ്യാർത്ഥി ലൈഫിൽ തന്നെ ഇതിന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫാമിലി ലൈഫിനോടൊപ്പം ഒരു കരിയർ ബിൽഡ് ചെയ്തതിനോടൊപ്പം പഠിച്ച് JRFലേക്ക് എത്തിയത്? അതിന്റെ ഒരു ജേർണി കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഒരുപാട് അമ്മമാരും അതുപോലെ ഫാമിലി റൺ ചെയ്തിട്ട് എങ്ങനെ പഠിക്കാം എന്നൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ചോദ്യങ്ങളാണ് കുട്ടികളുടെ സൈഡിൽ നിന്ന്. എനിക്ക് ഈ പറയുന്ന പോലെ മോട്ടിവേഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് I+ന് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം സാറുടെ ഓരോ മോട്ടിവേഷൻ വീഡിയോസ്. അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഓരോ ദിവസവും പഠിക്കുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം സാറുടെ ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുമില്ലെങ്കിലും എനിക്കത് കേൾക്കണം, എന്നാൽ മാത്രമേ അതൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. പിന്നെ ഡൗൺ ആവുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നത് സാറുടെ മോട്ടിവേഷൻ വീഡിയോസ് കേൾക്കുക എന്നതാണ്. കാരണം എനിക്ക് പഠിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഞാൻ ഈ സ്റ്റേ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഇച്ചിരി പാടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ മോട്ടിവേഷൻ ഞാൻ എപ്പോഴും എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വർക്കിംഗ് ആയത് കാരണം തന്നെ എനിക്ക് ഇത്ര സമയം ഒന്നിരുന്ന് പഠിക്കാനുള്ള ഒരു ടൈമും ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് അവേഴ്സ് ഒന്നും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുമില്ല. ഒരു ദിവസം ഒരു മിനിമം ഒരു 2 hours ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ ഇതും കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു വീക്കിലി സാറ് പറയുന്ന പോലെ ഞാൻ ഈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാർ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. കാരണം വീക്കിൽ ഒരു 5 ദിവസമെങ്കിലും ഈ ഒരു കണ്ടിന്യൂഷൻ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പ് വന്നാലും വീണ്ടും അതൊരു കണ്ടിന്യൂറ്റി നിലനിർത്തി പോകുന്നു. പിന്നെ ഒരു ബുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തോട്ട് എഴുതി വെക്കും. എനിക്ക് എന്തെങ്കിലും ഞാൻ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്തും ഞാൻ അത് എഴുതി വെക്കും. ഒരു ജേർണൽ പോലെ. അതെ ഞാൻ എഴുതും. ഞാൻ ഇന്ന് ഡൗൺ ആണ്, എനിക്ക് ഇത് ആവണം എന്നുള്ളത് എഴുതി വെക്കും. അതുപോലെ ഞാൻ ഒക്ടോബറിലെ എക്സാം ഫെയിൽ ആയപ്പോഴും ഞാൻ അത് എഴുതി, എല്ലാം എഴുതി അവസാനം ഒരു വർഷത്തെ ജേർണി കയ്യിലുണ്ടല്ലോ. ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനും കുറച്ചാള് ഒരു സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു വസ്തു കൂടിയായി മാറിയിട്ടുണ്ടാവുമല്ലോ. അതെ ഞാൻ ശരിക്കും ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഞാൻ ഈ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തത് December 25 വരെയാണ്. December 25 വരെ ഞാൻ കറക്റ്റായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 26 ഞാനൊരു ടൂറ് പോയി. എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഞാനും പോയായിരുന്നു. കഴിഞ്ഞ തവണ എനിക്കത് മിസ്സായി പോയ കാരണം എക്സാം ക്യാൻസൽ ആയി പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇത് എന്തായാലും എടുക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തുന്നത് 9-ാം തീയതിയാണ് ശരിക്കും ആ ടൂർ ഇവിടെ എത്തേണ്ടത്. 7-ാം തീയതി ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ടാണ് ഞാൻ ഈ എക്സാം, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയാറുണ്ട്, എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങൾ പഠിക്കരുത്, ജസ്റ്റ് ഒരു 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് അവസാന ദിവസം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളു. അപ്പോൾ പക്ഷെ നമ്മളത് അന്നൊന്നും കേട്ടിട്ടില്ല, കാരണം അത് അവസാന നിമിഷമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ എഴുതിയതിനേക്കാളും എൻ്റെ ബ്രെയിൻ വളരെ ഷാർപ്പായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഭയങ്കര എനിക്ക് ഒരു ക്വസ്റ്റ്യനിൽ പോലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും എല്ലാം റിവൈസ് ചെയ്ത് നിർത്തിയിട്ട് തന്നെയാണ് പോയത്. എങ്കിൽ പോലും ഇത്ര ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ബ്രെയിൻ വളരെ ഷാർപ്പായിട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഞാൻ കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്ന പോലെയുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് എടുക്കാനല്ല, എങ്കിലും എക്സാമിൻ്റെ അടുത്ത് വരുന്ന ഒരു 2 ദിവസമൊക്കെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമിനൊന്നും. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. മാരത്തണുകളുടെയും പരീക്ഷയുടെ തലേന്ന് 24 മണിക്കൂർ ക്ലാസ്സിൻ്റെയും ഒക്കെ സമയമാണ്. അപ്പോൾ ആ ദിവസങ്ങൾ ശരിക്കും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവനവും പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള അവസരം. I+ ആണെങ്കിലും നമ്മൾ ഈ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലോജിക്ക് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. കുറച്ചൊരു ഗിമ്മിക്കുകളെക്കാൾ ഉപരി 2 മണിക്കൂർ വീതം ഒരാഴ്ച അല്ലെ 10 ദിവസം ക്ലാസ് കൊടുത്താൽ അത് 20 മണിക്കൂർ ആവുമല്ലോ. അപ്പോൾ അവർക്കൊന്ന് റിവിഷൻ നടത്താനും പറ്റും. ഇതേ കാര്യം ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കിയ ഒരാളാണ് ആനി. ഒരുപാട് റെസ്പെക്ട്. കാര്യങ്ങൾ പറയുന്നതും എന്നാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആ കൺസിസ്റ്റൻസിയുടെ റിസൾട്ട് തന്നെയാണ് ടൂർ പോകാനുണ്ടായ ഒരു കോൺഫിഡൻസും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സാറ് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ റിവ്യൂ, ഞാൻ ഈ ആദ്യത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഈ കറക്റ്റായിട്ട് റിവ്യൂ എടുത്തിരുന്നു. നമ്മൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ ഏതൊക്കെ പോർഷൻസിൽ ഏതൊക്കെയാണ് തെറ്റിച്ചത് അത് സാറ് പറഞ്ഞിട്ട് തന്നെ അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയതും. അത് ഏതൊക്കെ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് എത്ര മാർക്സാണ് ഞാൻ സ്കോർ ചെയ്തതെന്ന് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പ്രിപ്പറേഷൻ 2 തവണയും തുടങ്ങിയത്. അപ്പൊ അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിള്ളേരെ ഈ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടോ? റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നും ടാലി മാർക്ക് വെച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീക്ക്നെസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും നല്ല വഴി അല്ലേ? പോരായ്മകൾ തിരുത്തി കഴിഞ്ഞാൽ വിജയിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളും കേട്ടു ഒരുപാട് കാര്യങ്ങൾ, ഈ റിവിഷന്റെ ഇമ്പോർട്ടൻസും നോട്ട് എഴുതുന്നതിന്റെ പ്രാധാന്യവും ജേർണലിങ്ങും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നതിന്റെ പ്രാധാന്യവും ഒക്കെ. ഇനിയും ഒരു 2 വാക്യങ്ങളിലായിട്ട് ഇനി JRFലേക്ക് വരാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇനിയിപ്പം ജൂൺ സൈക്കിൾ വരുന്നുണ്ട്, I+ന് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ബാച്ച് കൂടിയുണ്ട്.
കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റേ ക്ലോസ് ആയിട്ട് നമുക്ക് ഒരിടത്ത് വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യം. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും ആനിയുടെ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അടുത്തൊരു JRF വിജയുടെ മോട്ടിവേഷൻ. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് JRF എന്ന് പറയുന്നത്. പിന്നെ പഠിക്കുന്നതിന് കൂടെ തന്നെ PYQs വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതേപോലെയുള്ള അതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് ചോദിച്ചാൽ ഇത് എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിവിഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. നോട്ട്സ് നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു ആനി. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. ഇനി PhD ചെയ്ത് ഡോക്ടർ ആനിയായിട്ട് എത്രയും വേഗം ആവാനാകട്ടെ. ഒരുപാട് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെളിച്ചമുള്ള ഒരു മാർഗദീപമായിട്ടും മാറാൻ നല്ലൊരു അധ്യാപികയായിട്ട് പേരെടുക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.